everyone, welcome to ROSHNI Food and Life. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കോഫിയുടെ റെസിപ്പി ആയിട്ടാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഹോട്ട് ക്രീമി കോഫി. അപ്പോൾ നിങ്ങൾ പേര് കേട്ടിട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കോഫിയാണെന്ന് വിചാരിക്കട്ടെ. നമുക്ക് കുറച്ച് ക്രീമി ലെയർ ഫോം ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു കോഫിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരുടെയും വീട്ടിൽ ഇപ്പം ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഒക്കെ കാണുമല്ലോ. അപ്പോൾ ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏത് ബ്രാൻഡാണോ ഉള്ളത് അത് യൂസ് ചെയ്ത് നമുക്ക് ഈ കോഫി ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഇതിന്റെ മേളിലൊക്കെ ഞാൻ പറഞ്ഞത് ക്രീമി ലെയർ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം അത് നമുക്ക് എങ്ങനെയാണ് ക്രീമി ലെയർ ഒക്കെ മേളിൽ വരുന്നത്, ഈ ഹോട്ട് ക്രീം കോഫി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പൊ നമ്മുടെ ഹോട്ട് ക്രീം കോഫിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ പാലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 പേർക്ക് ഉള്ള കോഫിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാനിവിടെ പാലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാരയും ഇൻസ്റ്റന്റ് കോഫി പൗഡറുമാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഇങ്ങനെ ക്രീമി കോഫി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സാധാരണ കോഫി പൗഡർ അല്ല യൂസ് ചെയ്യുന്നത്, ഇൻസ്റ്റന്റ് കോഫി പൗഡർ യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ കോഫി പൗഡറിന് ഒരു ഫ്ലഫി ആക്കി എടുക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ നമ്മുടെ ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിലാണ് നമ്മൾ ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മുടെ കോഫി പൗഡർ, പഞ്ചസാര, പാല്, കുറച്ച് ചൂടുവെള്ളം, ഇത്രയും വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഹോട്ട് ക്രീം കോഫി ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കോഫി ബീറ്റ് ചെയ്തൊരു ഫ്ലഫി ആയിട്ട് നല്ല ക്രീമി ആക്കി ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം. സോ അതിനുവേണ്ടി ഞാൻ ആദ്യം കോഫി പൗഡർ ചേർക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്ത് കേട്ടോ. അപ്പൊ ഞാനിവിടെ കോഫി പൗഡർ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കാം. അപ്പൊ പഞ്ചസാരയ്ക്ക് അത് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കരുതാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചേർക്കാം, നിങ്ങൾക്ക് മധുരം താല്പര്യപ്പെടുന്നവരാണെങ്കിൽ. ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ചൂടുവെള്ളമാണ്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ നിങ്ങളിൽ വിസ്ക് ഇല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾക്ക് ഫോർക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചോ വിസ്ക് ചെയ്തെടുത്താൽ മതി. അപ്പം ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 10 മിനിറ്റോളം എടുക്കും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. നമുക്കത് ബീറ്റ് ചെയ്ത് തുടങ്ങാം. നമ്മുടെ മിക്സർ കുറച്ച് തിക്കാണ്. അപ്പൊ ഞാൻ അത് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ മിക്സർ ഭയങ്കര ലൂസായിട്ടോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാനിവിടെ ഒരു ടീസ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വെള്ളം കൂടി കഴിഞ്ഞ് കഴിഞ്ഞുണ്ടല്ലോ, പിന്നെ നമുക്ക് വെള്ളം നല്ല തിക്കായിട്ട് എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷെ കൂടി നിൽക്കുവാണെങ്കിൽ ഭയങ്കര കട്ടി കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പഞ്ചസാരയായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരും. പിന്നെ നമുക്ക് വെള്ളം ഒന്ന് കൺസിസ്റ്റൻസി ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടി. അപ്പം വെള്ളത്തിന്റെ അളവ് സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. പിന്നെ ഞാൻ മൊത്തത്തിൽ 1 ടേബിൾ സ്പൂണും 1 ടീസ്പൂണും ആഡ് ചെയ്തിട്ടുണ്ട് വെള്ളം. അപ്പൊ നമ്മുടെ കോഫിയുടെ മിക്സർ റെഡി ആയിരിക്കുകയാണ്. നല്ല ക്രീമി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മളിങ്ങനെ എടുത്തു കഴിയുമ്പം നമ്മുടെ ക്രീം താഴെ പോകരുത്, അതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇത് പോകുന്നില്ല, നല്ല പീക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കോഫിയുടെ മുകളിലായിട്ട് നമ്മളൊരു ക്രീമി ലെയർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അതിനുവേണ്ടി നമുക്കൊരു മിക്സർ റെഡിയാക്കി എടുക്കാം. സോ അതിനായിട്ട് തന്നെ നമുക്ക് ആദ്യം 1 സ്പൂൺ, ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നമ്മൾ തയ്യാറാക്കി വെച്ച കോഫിയുടെ മിക്സർ ഇല്ലേ അത് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഭയങ്കര തിക്കാട്ടോ, നല്ല ക്രീമി ആയതുകൊണ്ട് നമ്മുടെ സ്പൂണിൽ നിന്ന് വിട്ട് വരുന്നില്ല. അപ്പം ഞാൻ 2 സ്പൂൺ ഉപയോഗിച്ച് ചെയ്യുന്നത്. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ക്രീമി മിക്സർ ഉണ്ടല്ലോ, നമ്മുടെ ഈ മിക്സർ 2-3 ആഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമേ. അപ്പം കേടൊന്നും വരത്തില്ല. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ മാത്രം മതി. അപ്പൊ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് വേഗം ഇതെടുത്ത് നമ്മുടെ പാലൊന്ന് ചൂടാക്കി വെച്ചാൽ മാത്രം മതിയല്ലോ. അപ്പം ഒരു വെറൈറ്റി റെസിപ്പി ആവുകയും ചെയ്യും അല്ലെ. എപ്പോഴും നമ്മുടെ കോഫി ചായ ഒക്കെ കൊടുക്കുന്നതിന് പകരം ഇതൊരു വെറൈറ്റി ആവും. അപ്പം ഈ ക്രീം സൂക്ഷിച്ച് എയർ ടൈറ്റ് ആയിട്ട് വെച്ചാൽ മതി, നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഒരു 2-3 ആഴ്ച വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് പാലാണ്. അപ്പൊ വളരെ കുറച്ച് പാല് മാത്രം ചേർത്ത് കൊടുക്കാം നമുക്ക്. പാലെന്ന് പറയുമ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ പാൽ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടില്ലേ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പക്ഷേ നല്ല ക്രീമി ഒരു ടെക്സ്ചർ ആയിട്ടുണ്ട്. അപ്പം ഈ ടെക്സ്ചറിലുള്ള നമ്മുടെ മിക്സറാണ് നമ്മൾ കോഫിയുടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ക്രീമി ടെക്സ്ചർ. സോ 1 ടേബിൾ സ്പൂണിന് ഞാൻ 1 ടീസ്പൂൺ പാൽ ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുത്തത്. സോ നമുക്ക് ഈ മിക്സർ നമ്മുടെ കോഫിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കോഫി റെഡിയാക്കി എടുക്കാം. നമ്മൾ പാല് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഒരുപാട് തിളച്ച പാല് വേണ്ട, അതുപോലെ നല്ല ചൂടുള്ള വാം മിൽക്കാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് കോഫി റെഡിയാക്കി എടുക്കാം. സോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ നമുക്ക് നമ്മുടെ കോഫി മിക്സർ ആഡ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര തിക്കായിട്ടാണ് നമ്മുടെ ക്രീം, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
ഇവിടെ ഇപ്പോൾ സ്പൂണിൽ നിന്ന് താഴോട്ട് വീഴുന്നില്ല, അതുപോലെ നല്ല തിക്കായിട്ടുണ്ട്. 2 സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇവിടെ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പാല്, നല്ല ചൂട് പാല് ചേർത്ത് കൊടുക്കാം. നമുക്ക് അത്യാവശ്യം കുറച്ച് ഹൈറ്റിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അപ്പം നമുക്ക് അത്യാവശ്യം ഹൈറ്റിൽ ഒഴിച്ച് നമുക്ക് നല്ല പത കിട്ടുകയും മേളിൽ നല്ല ഫോമായിട്ട് ഇങ്ങനെ ഫോം ചെയ്യും. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ മിക്സ്ചർ നമ്മുടെ കോഫിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കോഫിയുടെ ടോപ്പ് കൊണ്ട് നല്ല ക്രീമി ഒരു ഫീല് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മെഷീൻ ഒന്നും വേണ്ട, നമ്മുടെ സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് നമുക്ക് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പം വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോഫിയാണ്. അപ്പം എന്നും സാധാരണ കോഫി കുടിച്ചിരിക്കുന്നവര് അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി നമുക്കൊരു ഹോട്ട് ക്രീം കോഫി ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ആരെങ്കിലും ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടത്തുള്ളൂ. അപ്പൊ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ മിസ് ചെയ്യാൻ നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പൊ അടുത്ത അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ വേഗം വരാം. അതുവരെ ബൈ, ടേക്ക് കെയർ.